ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഹൽദിയുടെ രാവിലെ എണീറ്റതും അതാ ബാക്കി ഇന്നലത്തെ ബാക്കി മുട്ടായിയും കൂടി എന്താ പിൻ ചെയ്യുവാണ്. എന്തൊക്കെ ആത്മാർത്ഥമായി പണിയെടുക്കുന്നു ഒരേ ഒരു ബംഗാളി. ഇതാണ് രണ്ടാമത്തെ വെഡ്ഡിങ് കാർഡ്. കല്യാണത്തിൻ്റെ ഹോളിൽ കൊടുക്കുന്ന ഈ വെഡ്ഡിങ് കാർഡാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഹൽദിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസിങ് ആയിരുന്നു കേട്ടോ. അതുപോലെ ട്രാൻസിഷൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് ഇവിടെ ചേച്ചിക്ക് മെഹന്തി ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. അങ്ങനെ രാവിലെ ഒരു 9 മണിയായപ്പോഴത്തേക്കും ചേച്ചിക്ക് മെഹന്തി ഇടാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഹന്തിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഞാൻ ഫുഡൊക്കെ വാരി കൊടുത്തായിരുന്നു. മെഹന്തി എവിടെ? മെഹന്തി ഗൈസ് കണ്ടല്ലോ മിലിക്കുട്ടൻ്റെ മെഹന്തി. അപ്പുറത്തെ കൈ എവിടെ? ഹൈ ഫൈ ഹൈ ഫൈ. മിലുവിനെ അങ്ങനെ നേഴ്സറി കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ. രാവിലെ ചേച്ചിക്ക് മെഹന്തിയുടെ ആൾ വന്നപ്പോൾ മിലുവിന് നേഴ്സറി പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ 2 കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കേട്ടോ പിന്നെ നേഴ്സറിയിൽ പോയത്. പിന്നെ ഇവിടെ ഹൽദിയുടെ സ്റ്റേജ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇവിടെ ടാങ്കൊക്കെ കലക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മെഹന്തി ഇടാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെഹന്തിയൊക്കെ ഇടുമായിരുന്നു. ഇവിടെ ഏകദേശം സ്റ്റേജൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ. കണ്ണേയാരോ കനിയാരോ കനിയാരോ നിറവേയാരോ തന്നെ നാനേയാരോ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളേ എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാൻ ചക്കര. ഞങ്ങളുടെ 2 കയ്യിലും മൈലാഞ്ചി ആയതുകൊണ്ട് അമ്മമാരാണ് കേട്ടോ ഞങ്ങൾക്ക് ഫുഡ് വാരി തന്നത്. ഇവിടെ ഹൽദിയുടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഫുൾ സെറ്റാക്കി. ഇനി ലൈറ്റും കൂടെ ഇട്ടാൽ മതി. ബാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുൾ റെഡിയായി. അപ്പോഴത്തേക്കും കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഫോട്ടോഷൂട്ടിനായിട്ട് വീണ്ടും അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രാൻസിഷൻ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ക്ഷണിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പ്രോഗ്രാം തുടങ്ങിയാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മെയ് 9 നമ്മുടെ പ്രിയപ്പെട്ട ചാക്കിയുടെ ഹൽദി ഫംഗ്ഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. നീണ്ട കാലത്തിന് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ചാക്കി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചാക്കിയെ ക്ഷണിക്കുന്നു. ചാക്കി പ്ലീസ് വെൽക്കം ഡയന ഓൺ ദ സ്റ്റേജ്.
അച്ഛനും അമ്മയും മഞ്ഞൾ വെച്ച് മധുരം കൊടുക്കേണ്ടതാണ്. കുറച്ച് മാത്രം. കുരുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. വർണ്ണമേറിയ മുന്നൽ ചേരും മാറി വെള്ളിനഴകേ, മൈലാഞ്ചി രാവിലെ നാളം കണ്ണില്ലേ. ഇന്നു നിന്നെ പുഞ്ചിരിക്കിതാ പഞ്ചു വന്ന കാലം, ഷഹനായി പാടുവാൻ കൂട്ടിയ ഞാനില്ലേ. കണ്ണിലെന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും. ഡോറിക്ക് ബുജിയെ പോലെ, മാഷയ്ക്ക് പേരനെ പോലെ, ഹൈദിക്ക് പീറ്ററിനെ പോലെ ചക്കിയുടെ വിളിക്കുണ്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രണയത്തിന് മുന്നിൽ ജാതിക്കോ മതത്തിനോ ഒരു സ്ഥാനമില്ലെന്ന് തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട മണിക്കുട്ടനെയും സോണിയെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. പല നാളായി ഞാനിതു മനസ്സിൽ കൊണ്ടു നടന്ന കിനാവാണേ, നിറമുള്ളൊരു നോവായി ഇന്നിതു കണ്ടു ചിരിക്കുന്നേ. നിഴലായി കൂടെ നടക്കാൻ ഇന്നും വീട്ടിൽ നീയില്ലെങ്കിൽ അമ്മയ്ക്കിനി തല്ലു പിടിക്കാൻ ആരാലച്ചമ്മേ. പൊന്നിൻ പൂവായ കൺമണി, കണ്ണിനു കണ്ണായ പൊന്മണി, നിൻമിഴികൾക്കെന്തു ചന്തമഴകേ. പൊന്നിപ്പൂവായ കൺമണി, കണ്ണിനു കണ്ണായ പൊന്മണി, നിൻമിഴികൾക്കെന്തു ചന്തമഴകേ. നീ മിണ്ടണ വാക്കിനു മുണ്ടൊരു തേൻമൊഴി, പാടണ പാട്ടിനു കേൾക്കണതാ മൊഴി. ആ വഴിയോര കരമണി കിലുങ്ങണ ചിലി ചിലി ചിഞ്ചിലമാ. വർണ്ണമേഴുതിയ മുന്നൽ ചേരും മാറി വെള്ളിനഴകേ, മൈലാഞ്ചി രാവിലെ നാളം കണ്ടില്ലേ. ഇന്നു നിന്നെ പുഞ്ചിരിക്കിതാ മഞ്ചു വന്ന കാലം, ഷഹനായി പാടുവാൻ കൂട്ടിയ ഞാനില്ലേ. കണ്ണിലെന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളെ, നെഞ്ചിലെന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിന് തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. വർണ്ണമേഴുതിയ മുന്നൽ ചേരും മാറി വെള്ളിനഴകേ, മൈലാഞ്ചി രാവിലെ നാളം കണ്ടില്ലേ. ഒരു സർപ്രൈസ് ഗിഫ്റ്റിന് മാത്രമേ ഉള്ളൂ. ആർക്കും വലിയ അറിവില്ല. ഞങ്ങൾ 4 പേരുമായി സെറ്റ് ചെയ്തതാണ്. പുറമേ കാണുന്നവർക്ക് വളരെ ചെറുതായിരിക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസമുള്ള ഒരു സംഭവം ഇപ്പോൾ കൊടുത്തതാണ്. കണ്ണിലിന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളെ, നെഞ്ചിലിന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിന് തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. ലാസ്റ്റ് 3 ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫാമിലിയൊക്കെ ആയിട്ട്. അതിൽ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചായിരുന്നു. പിന്നെ പറയാനുള്ളത്, ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ കല്യാണമാണ്.
ഹൽദി ആയാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൽദി ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിക്കൊക്കെയാണ് ഈ അനൗൺസ്മെൻ്റൊക്കെ സെറ്റാക്കി പ്രസൻറ്റ് ചെയ്തത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. പറയാനുള്ള ഈ ഒരു സ്റ്റേജ് വർക്കിനെ കുറിച്ചാണ് കേട്ടോ. ഇത്രയും ഈ ഒരു ഹൽദി കളർഫുൾ ആക്കിയത് ഈ ഒരു സ്റ്റേജും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആണ്. ഇത് സെറ്റ് ചെയ്ത് തന്ന താൽ കാറ്റേഴ്സ് എന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ ക്യാമറാമാൻമാരായാലും ഭയങ്കര കമ്പനിയായിരുന്നു. ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ഇവൻറ്റ് എല്ലാം മെമ്മറബിൾ ആകുന്ന ആ ഒരു ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ രീതിക്ക് അവർ ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ താൽ കാറ്റേഴ്സ് ഇവൻറ്റ് മാനേജ്മെൻറ്റിനും കാൻഡിഡ് വെഡ്ഡിങ് സ്റ്റോറീസിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ വർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാം ID കൊടുത്തിരിക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഹെൽത്തി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.